അതേസമയം ഇരട്ട വോട്ടും മുന്നണി മാറ്റവും എല്ലാം പോളിംഗിൽ പ്രതിഫലിക്കുമോ എന്ന ആകാംക്ഷയിലാണ് മുന്നണികൾ. ഹരീഷ് ഉണ്ട് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകാൻ. ഹരീഷ്, ഏറെ രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ ചർച്ച ചെയ്ത ഒരു ഉപതെരഞ്ഞെടുപ്പാണ് കടന്നു പോകുന്നത്. ഇന്നും വിവാദങ്ങൾക്കൊട്ടും കുറവില്ലായിരുന്നു. പത്രപരസ്യമടക്കം വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നു. അപ്പം നേരത്തെ ശ്രീജിത്ത് സൂചിപ്പിച്ച പോലെ ഈ കോൺഗ്രസ് BJP പ്രവർത്തകർ തമ്മിലുണ്ടായ വാക്കേറ്റം അതൊക്കെ നിറഞ്ഞു നിന്ന സാഹചര്യമുണ്ടായിരുന്നു. കൊണ്ടും കൊടുത്തുമുള്ള ഒരു രാഷ്ട്രീയ പോരാണ് നമ്മൾ പാലക്കാട് കണ്ടത് എന്നുള്ളതാണ്. ഈ സ്ഥാനാർത്ഥികളുടെ മുന്നണികളുടെയൊക്കെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് ഹരീഷ്? അശ്വതി, തീർച്ചയായും ആ പൂർണ്ണതയിലേക്ക് എത്തുന്നു. പോളിംഗ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിയിരിക്കുന്നു പാലക്കാട് എന്നുള്ളതാണ്. രാവിലെ ചില അനർത്ഥങ്ങളുണ്ടായി. നമുക്കറിയാം, സരിൻ അടക്കമുള്ള സ്ഥാനാർത്ഥികൾ എത്തി വോട്ട് ചെയ്യാൻ രേഖപ്പെടുത്താൻ പറ്റാതെ മടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ VVPAT മെഷീൻ്റെ ബാറ്ററി തകരാറിലായതായിരുന്നു ആ ഒരു കാരണം. അത് കാരണം അദ്ദേഹത്തിന് ഉച്ചയ്ക്ക് 2:30 മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചുള്ളൂ. രാവിലെ ഉദ്യോഗസ്ഥരെത്തി ആ VVPAT യൂണിറ്റ് തന്നെ മൊത്തത്തിൽ മാറ്റി പുതിയ യൂണിറ്റ് സ്ഥാപിച്ചതിന് ശേഷമാണ് അവിടെ ആ വോട്ട് പുനരാരംഭിക്കാൻ സാധിച്ചത്. പക്ഷേ ഉടനെ തന്നെ ആളുകളെത്തി വോട്ടുകൾ കൃത്യമായി രേഖപ്പെടുത്തി തിരിച്ചിറങ്ങുന്ന ഒരു സാഹചര്യമാണ്. ആ ബൂത്തിൽ ഉച്ചയോടുകൂടി തന്നെ ആ വോട്ടിംഗ് അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അത്രത്തോളം തിരക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായപ്പോഴേക്കും അവിടെ വിജനമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സരിൻ 2:30 ആണ് വോട്ട് രേഖപ്പെടുത്തിയത്. വലിയ വിവാദങ്ങൾക്കൊടുവിൽ ഈ ഇരട്ട വോട്ട് വിവാദമെല്ലാം വലിയ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രത്യേകിച്ചും ഈ CPM-നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടത് മുന്നണിയെ സംബന്ധിച്ച് വലിയ ഒരു പ്രതിസന്ധിയെല്ലാം ഉണ്ടായ ഒരു സാഹചര്യം. അതുപോലെ തന്നെ BJP-ക്കെതിരെയും കോൺഗ്രസിനെതിരെയും ഈ BJP ജില്ലാ പ്രസിഡന്റിനെതിരെയൊക്കെ ഇടതുമുന്നണി വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. ഇതെല്ലാം ഒരു ഇരട്ട വോട്ട് വിവാദവുമായി ബന്ധപ്പെട്ട ഈ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു വിഷയമാണ്. CPM ഒരു കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു. തുടർന്ന് കളക്ടർ വളരെ സുതാര്യമായി തന്നെ ഈ ഇരട്ട വോട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വളരെ സുതാര്യമായി തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് ഉറപ്പ് നൽകുന്നു. അങ്ങനെയുള്ള നാടകീയ രംഗങ്ങളെല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷമാണിപ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ ഈ ഒരു പോളിംഗ് അവസാനിച്ചിരിക്കുന്നു. ഈ അവസാന നിമിഷത്തിൽ പോലും വലിയ ശുഭാപ്തി വിശ്വാസവും പ്രതീക്ഷയുമാണ് മൂന്ന് മുന്നണികളും വെച്ച് പുലർത്തുന്നത് എന്നുള്ളതാണ്. ഏകദേശം 70,000-ഓളം വോട്ട് ലഭിക്കുമെന്ന് സരിൻ പറയുന്നു. വലിയ പ്രതീക്ഷയുണ്ടെന്ന് BJP സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പറയുന്നു. വലിയ ഒരു രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ വലിയ രീതിയിൽ ആളുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ്. എന്തായാലും ഈ അവസാന നിമിഷത്തിലും ആ പോളിംഗ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുമ്പോഴും ഇനി അങ്ങോട്ട് എന്താണ് ആ ഒരു വിധി നിർണ്ണയത്തിൻ്റെ നാളുകൾക്കുള്ള കാത്തിരിപ്പാണ് പാലക്കാടിലെ വോട്ടർമാരും ഒപ്പം സ്ഥാനാർത്ഥികളും. അശ്വതി, ശരി, വലിയ പ്രതീക്ഷ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും വെച്ച് പുലർത്തുന്നത്. വിവരങ്ങളാണ് പാലക്കാട് നിന്നും ഹരീഷ് നൽകിയത്.